CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഒടുവിൽ മരണം വരെ സമരം ചെയ്യുക എന്നൊരു മാർഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി മുന്നിൽ വേറൊരു വഴിയുമില്ല എന്നാണോ ഇവർ കരുതുന്നതെന്ന് ചോദിക്കാം. മരണം വരെ സമരം ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. അതന്നെ നമ്മളെ സമരം ഇപ്പോൾ അനിശ്ചിതകാല സമരം ജീവിത സമരം തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ 10-26 ദിവസം കഴിഞ്ഞു. നമ്മൾ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങിയിട്ട് ഇപ്പോൾ 4 ദിവസമായി. ഇവിടെ ഒരു സംവിധാനം പോലും നമ്മൾ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ ജനാധിപത്യമൊന്നും ഇല്ല. ഇവിടെ ഇനിയിപ്പോൾ അവരുണ്ടെന്ന് പറയണമെങ്കിലും ഇല്ല. അതിന് ഉദാഹരണമാണ് നമ്മളിവിടെ 10,000-കണക്കിന് കുടുംബങ്ങൾ ഇവിടെ കിടക്കണേനെ. കേരളത്തിലെ ജനാധിപത്യം മരിച്ച് മണ്ണടിഞ്ഞിട്ട് തന്നെ കുറേ നാളായി. ഇവിടെ ഒരു സംവിധാനവും ഇല്ല. മനുഷ്യാവകാശ കമ്മീഷൻ പോലും ഇല്ല. കാരണം ഈ കൊടും ചൂടിൽ നമ്മളിവിടെ ഈച്ചരിച്ച് കിടക്കണുണ്ട്. ഈച്ചരിച്ചാണ് നമ്മളിവിടെ കേരളത്തിലെ യുവത്വം ഇവിടെ കിടക്കുന്നത്. ഇത്രയും ഗതികെട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ ഈ കേരളത്തിൽ മാത്രമേ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. 5 വർഷം നമ്മളെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ട് ഇവിടുത്തെ ഒരു സംവിധാനം പോലും തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പുറത്ത് ഒരു വലിയ പന്തലിൽ ഒരു കോളേജിലൊരു വിദ്യാർത്ഥി ക്രൂരമായി മർദ്ദിക്കപ്പെട്ടിട്ട് അവരവിടെ സമരം നടത്തുന്നത്. അവരവിടെ ആ കുട്ടി മരിച്ചു പോയെങ്കിൽ ഇനി നമ്മൾ മരിക്കാനാണ് ഇവിടെ കിടക്കുന്നത്. ആ പന്തലെത്തി കഴിയുമ്പോൾ ഇങ്ങോട്ട് മാറും. കാരണം ഒരു കുറച്ച് ദിവസം കൂടെ, ഇനി ഒരു 30 ദിവസം കൂടെ ഉള്ള നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഇതിലുള്ള ഉദ്യോഗാർത്ഥികൾ തൂങ്ങി മരിക്കുമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ ഗവൺമെൻറ് അനങ്ങുന്നില്ല. ഒന്ന് ആലോചിക്കണം, അവരേത് സംവിധാനത്തിലൂടെയാണ് ഇതിനകത്ത് കയറിയതെന്ന്. നമ്മളെല്ലാം വോട്ടുകൾ മേടിച്ച് നമ്മളെല്ലാം വോട്ടുകൾ മേടിച്ചുള്ള അധികാരത്തിൽ, അല്ലാതെ അവർ ഒരു പരീക്ഷ എഴുതിയോ ഒന്നിനുമല്ല. നമ്മളെ കഴിവ് കൊണ്ടാണ് അവരതിനകത്ത് കയറിയത്. പക്ഷേ നമ്മൾ വന്നത് സത്യത്തിൻ്റെ പാതയിലൂടെയാണ്. 2 ഘട്ട പരീക്ഷ എഴുതി 5 വർഷം കാത്തിരിക്കും. ഇപ്പോഴും നമ്മളെ ജീവിതം നമ്മൾക്ക് കാത്തിരിക്കുന്ന നമ്മൾ അധ്വാനിച്ചതിൻ്റെ മൂലധനം അല്ലെങ്കിൽ അതിൻ്റെ ഫലം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ കാത്തിരിക്കുന്നത്. ഇതുവരെ ഒരു സംവിധാനം ഇവിടെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. നമ്മളെന്ന് പറയുന്നത് ഇനി വരും തലമുറയ്ക്ക് ഒരു മാതൃകയാണ്. കാരണം ഇവിടുത്തെ ഒരു സംവിധാനവും ഇല്ല. ഇവിടെ ജയിച്ച് കയറുന്നവർക്ക് അവർക്കും അവരെ കാര്യങ്ങളും, പാവപ്പെട്ടവർക്കോ വെളിയിൽ നിന്ന് വരുന്നവർക്കോ കഷ്ടപ്പെടുന്നവർക്കോ ഒന്നിനും ഇവിടെ ഒരു വിലയില്ല. പട്ടിയുടെ വില, പട്ടിക്ക് ഇതിൻ്റെ മാന്യത, മനുഷ്യന് ഒരു വിലയില്ല. ഈച്ചരിച്ച് കിടക്കേണ്ട അവസ്ഥയാണ്. എന്നിട്ട് ഒരു സംവിധാനം പോലും ഇവിടെ തിരിഞ്ഞു നോക്കണില്ലെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ തന്നെ അപമാനമാണ്. ഇത്രയും നവോത്ഥാന മുന്നേറ്റങ്ങൾ ഉണ്ടായെന്നും പറഞ്ഞ് വാകേറി 100 തവണ വിളിച്ചു പറയുന്ന ഇവിടുത്തെ സംവിധാനങ്ങളും, മനുഷ്യചങ്ങല തീർക്കുന്ന സംവിധാനങ്ങളും, സ്ത്രീ ശാക്തീകരണം നടക്കുന്ന സംവിധാനങ്ങൾ ഇവിടെ തിരിഞ്ഞു നോക്കണം. ഇവിടെ പട്ടിയെ പോലെ ഇവിടെ കിടക്കുന്ന യുവാക്കളാണ്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഇവിടെ വന്ന് ഇത്രയും മരണം വരെ ഇവിടെ കിടക്കണം എന്ന് പറയുന്നത് നമ്മൾ തീവ്രമായാണ് പറയണത്. കാരണം നമ്മളൊരു കോഴ്സിന് പോയില്ല, നമ്മൾ MBBSന് പോയില്ല, LLBക്ക് പോയില്ല, ഒന്നിനും പോയില്ല. നമ്മൾ അതൊക്കെ പഠിക്കാൻ പോയിരുന്നെങ്കിൽ നമുക്ക് ട്രേഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാണ്. എവരെ വിശ്വസിച്ച് നമ്മൾ ഈ തെരുവിൽ വന്ന് കിടക്കണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ല. ഈ ഒരു റാങ്ക് ലിസ്റ്റിന് നമ്മളെ വിശ്വസിപ്പിച്ച് നമ്മളെ ജീവിതത്തിൽ 5 വർഷം തുലച്ച് കളഞ്ഞവന്മാരാണ്. അതുകൊണ്ട് നമ്മളും ഈ സമൂഹവും, നമ്മളെ മനസ്സിലാക്കുന്ന ഈ സമൂഹവും ഒരിക്കലും ഗവൺമെൻറ്റിന് മാപ്പ് കൊടുക്കില്ല. കാരണം നമ്മൾ അത്ര ഗതികെട്ട്, കേരളം നിങ്ങൾ പരിശോധിച്ചാൽ ഒരു ചരിത്രത്തിൽ പോലും കാണില്ല ഗതികെട്ട് കേരളത്തിലെ യുവാക്കൾ പുല്ല് തിന്നേണ്ട ഒരവസ്ഥ. നമ്മൾ പുല്ലല്ല, നമ്മളിഞ്ഞ് മണ്ണ് വരെ തിന്നി ഇവിടെ കിടന്നു. അതുകൊണ്ട് എന്തെങ്കിലും അടിയന്തരമായി എന്തെങ്കിലും ഒരു സംവിധാനം തന്ന് ഈ ജീവശവങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം ഇവിടുത്തെ ജനാധിപത്യ ഗവൺമെൻറ്റിൽ ഉണ്ടെങ്കിൽ, അതെങ്കിലും അവസാനം ഒരു തരി നമ്മളെ ജീവൻ അറ്റ് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു സംവിധാനം ഉപയോഗിച്ച് നമ്മളെ പാവപ്പെട്ടവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ഇവിടുത്തെ തൊഴിലാളി വർഗം മുന്നിട്ട് ഇറങ്ങണം. തൊഴിലാളി വർഗത്തിൻ്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ കയറി ഇവിടുത്തെ സംവിധാനങ്ങൾ എന്തെങ്കിലും അവരെ മാനിഫെസ്റ്റോയിൽ എന്തെങ്കിലും നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഒരു കനിവ് കാണിക്കണം, തൊഴുതപേക്ഷിക്കുക. ഈ ഗവൺമെൻറ് ജോലി PSC എഴുതുക എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെയും സ്വപ്നമാണല്ലോ. അപ്പോൾ ഇനി ഇതിനെ വേണ്ടി എഴുതുന്ന അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കുന്ന ചെറുപ്പക്കാരോട് എന്താ പറയാനുള്ളത്? ഈ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത് ഈ കേരളം വിട്ട് പോണേ എന്നാണ് പറയണത്. ഈ കേരളത്തിൽ നിൽക്കരുത്. നമുക്കുള്ള ഗതി ഇവിടെ PSC പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ PSC ഇനി പറഞ്ഞ തലമുറയെ വിശ്വസിപ്പിക്കുകയാണ്. കാരണം നിങ്ങളിവിടെ കേരളത്തിൽ നിങ്ങൾക്ക് ജോലി തരും. ഒരിക്കലും വിശ്വസിക്കരുത്. ഇവിടുത്തെ PSCയെ വിശ്വസിക്കരുത്. ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങളെ ഒന്നും വിശ്വസിക്കില്ല. അതിന് ഉദാഹരണമാണ് നമ്മളിവിടെ 10-30 ദിവസമായി ജീവശവമായിട്ട് കിടക്കണം. കാരണം ഓരോരുത്തരുടെ അനുഭവം മാത്രമേ ഓരോരുത്തർക്ക് അനുഭവം വരുമ്പോൾ മാത്രമേ നമുക്കത് വിളിച്ച് പറയാൻ പറ്റൂ. നമ്മുടെ അനുഭവം നമ്മൾ വിളിച്ച് പറയണം. ഇവിടുത്തെ തലമുറ ഇവിടെ നിൽക്കരുത്. ഈ സംസ്ഥാനം വിട്ട് പോകണം. ജീവൻ വേണമെങ്കിൽ പോകണം, അല്ലെങ്കിൽ ഇവിടെ മരിച്ച് വീഴേണ്ടി വരും. ഒരു ചെറുപ്പക്കാർ അവരിഞ്ഞ് PG വരെ പഠിച്ചാലും BTech പഠിച്ചാലും അവർ ഏത് ഡോക്ടറേറ്റ് എടുത്താലും ഈ കേരളത്തിൽ അവരുടെ കഴിവ് കാണിക്കാനുള്ള ഒരു അവസരവും ഇവിടുത്തെ സംവിധാനങ്ങൾ തരില്ല. അതിനുദാഹരണമാണ് നമ്മളെ ഈ ജീവൻ. കാരണം നമ്മളിവിടെ മരിക്കാൻ കിടക്കുന്ന അവർക്ക് വേണ്ടിയും കൂടെയാണ്. കാരണം ഇനി ഇവിടുത്തെ സംവിധാനങ്ങളിൽ അവർ വിശ്വസിച്ച് നിൽക്കരുത്. അവരെത്ര 100 അല്ല 200% ആത്മാർത്ഥത കാണിച്ചാലും ഇവിടുത്തെ ഗവൺമെൻറ് കാണില്ല. അവർക്കൊരു നിലനിൽപ്പുമില്ല. ഈ കേരളം വിട്ട് പോണേ എന്ന് തൊഴുത് വീണ്ടും പറയുന്നു. കേരളം വിട്ട് പൊക്കോ. കള്ളത്തരങ്ങളൊന്നും കാണിച്ചിട്ടല്ല, പഠിച്ചു നേടിയ ജോലിയാണ് ചോദിക്കുന്നത്. മരണം വരെ സമരം ചെയ്യാൻ പോവുകയാണ് ഈ ഉദ്യോഗാർത്ഥികൾ. ഇനിയെങ്കിലും ഇവരെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എത്രയും വേഗം ചെയ്യുക.